ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. മോര് ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന അതേ രുചിയിൽ മോര് ചേർക്കാതെ തയ്യാറാക്കിയെടുക്കുന്ന കുമ്പളങ്ങ കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ. റെസിപ്പി എങ്ങനെയെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. തയ്യാറാക്കിയെടുക്കാൻ ഇതുപോലെ ഞാനൊരു കഷ്ണം കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കറി കുമ്പളങ്ങ കൊണ്ട് മാത്രമല്ല വെള്ളരിക്ക വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പീസ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾക്ക് ഇനി തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് നമ്മൾക്ക് എടുക്കാം. ഞാനിവിടെ ഇത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് കുക്കറിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഇപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ക്ലീൻ ചെയ്ത് വെച്ച കുമ്പളങ്ങ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. നല്ല ചെറിയ പീസാക്കണ്ട, ഇതുപോലെ ഒരു മീഡിയം വലിപ്പത്തിൽ നമ്മൾക്ക് അങ്ങനെ കട്ട് ചെയ്തിടാം. ഇതെല്ലാം കുമ്പളങ്ങ ഇതുപോലെ ഇവിടെ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത്. ഇത് കൂടുതൽ എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എടുത്ത്. നല്ല എരിവുള്ളതാണെങ്കിൽ 1 എടുത്താൽ മതി. നമ്മളിത് മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല. ഇപ്പോൾ അത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടെടുത്ത്. ഈ ഒരു ടൈമിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച്, കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. കുമ്പളങ്ങ വെന്ത് കഴിയുമ്പോൾ തന്നെ നല്ല വെള്ളം ഉണ്ടാകും. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും കൂടി തന്നേക്കണേ കേട്ടോ. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും. കുമ്പളങ്ങ അവിടെ വെന്ത് വരട്ടെ. നമ്മൾക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കുന്നുണ്ട്. നമ്മൾക്കൊന്ന് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയിലേക്ക് 2 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് അരക്കുന്നതിലും കൂടി പച്ചമുളക് ചേർക്കുന്നത്. ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്കിത് അരച്ചെടുക്കാം. ഞാനിത് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അരക്കുമ്പോൾ ആവശ്യത്തിന് കുറച്ച് മാത്രം പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മാത്രം എടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മാങ്ങ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ മാങ്ങ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാങ്ങ ചേർക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്കും ഉണ്ടാകുക. മാങ്ങ കിട്ടുകയാണെങ്കിൽ മാങ്ങ തന്നെ ചേർത്തു. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതാ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പുളിവെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾക്കിത് നല്ല പോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ കുമ്പളങ്ങൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളൊന്ന് ഉടച്ച് നോക്കുമ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി നല്ല പോലെ അങ്ങോട്ട് വെള്ളം നീണ്ടു പോകും. ഇപ്പോൾ ഞാൻ അരച്ച ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയിൽ കുറച്ചൊന്ന് വെള്ളം ഇതാക്കിയിട്ട് അതുകൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്താൽ മതി. നേരത്തെ തന്നെ ഉപ്പ് ചേർക്കണ്ട. ഇപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടുതൽ നല്ല പോലെ തിളക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഈ കറി ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നമ്മൾ മോര് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് പുളി ചേർത്തിട്ടും. പുളിക്ക് പകരം മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്തിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മളെ കറി, ഇപ്പോൾ നമ്മളെ കുമ്പളങ്ങ മോര് ചേർക്കാത്ത അടിപൊളി മോര് ചേർത്ത അതേ ടേസ്റ്റിലുള്ള കുമ്പളങ്ങ കറി ഇവിടെ നല്ല പോലെ തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഈ ഒരു ടൈമിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എരിവൊക്കെ ഉണ്ടാകും കേട്ടോ. ആദ്യം നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരക്കണതിൽ 1 പച്ചമുളക് ചേർത്തല്ലോ, അപ്പോൾ എരിവൊക്കെ ഉണ്ടാകും. എരിവ് അങ്ങനെ കുറവാണെങ്കിൽ വേണമെങ്കിൽ 1 മുളക് കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം എരിവൊക്കെയുള്ള നല്ലൊരു കറി തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇപ്പോൾ അത് പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കറി ഒന്ന് കടുക് ഇട്ടെടുക്കണം, അപ്പോഴാണ് ഇത് അടിപൊളി ടേസ്റ്റ് ആകുക. ഈ ഒരു കറി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നിട്ട് ഒരു 1/4 സ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുത്ത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമ്മൾക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. കറിയിൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് തന്നെ വെക്കണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ ഇത് ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു കറി ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറിയിലേക്കും കൂടി ഒഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.
കുമ്പളങ്ങ കിട്ടിയാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒന്നുകൂടി പറയാണ്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതാ നമ്മളെ കുമ്പളങ്ങ കറി സൂപ്പർ ടേസ്റ്റ് അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. നമ്മളെ ചാനലിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നല്ല അടിപൊളി ഈസി റെസിപ്പികൾ ബ്രേക്ക്ഫാസ്റ്റും ഇതുപോലെ കറീൻ്റെതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലെയുള്ള നല്ല റെസിപ്പികൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതുപോലെയുള്ള നമ്മളെ നല്ല അടിപൊളി റെസിപ്പികൾ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.